എൽഡർലി ബഡ്ജറ്റ് അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അതിൻ്റെ അകത്ത് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെയാണ് അതിന്റെ കാര്യം. അത് വളരെ വ്യക്തമായി ഞാനും അത് കേട്ടില്ല. ബജറ്റിന്റെ കാര്യങ്ങൾ കുറേയധികം കേട്ടെങ്കിലും മുതിർന്നവർക്ക് എന്തോ സാമ്പത്തികമായിട്ട് 60 വയസ്സ് അല്ല, അതങ്ങനെയല്ല. അതിനകത്ത് വ്യക്തത വരാത്തത് അത് ബജറ്റിന്റെ കാര്യങ്ങൾ നമുക്ക് ഇതുവരെ പരിപൂർണമായിട്ട് നമുക്കത് നമ്മുടെ സൈറ്റിലൊന്നും വന്നു കിട്ടിയിട്ടില്ല. ആ സൈറ്റിൽ വന്നതിന് ശേഷം ഒരുപക്ഷെ വൈകിട്ടുള്ള ഒരു ചർച്ച വന്നാൽ അതിനകത്ത് നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റും. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന ആരുടെയും കയ്യിൽ, നമ്പ്യാരുടെ കയ്യിൽ പരിപൂർണമായിട്ട് ആ ബജറ്റിന്റെ രൂപ കിട്ടാൻ സാധ്യതയില്ല. എനിക്കറിയില്ല, ആർക്കും കിട്ടിയിട്ടില്ല. ഞാൻ അതാ ഞാൻ പറഞ്ഞു, ഇതിനെ കുറിച്ച് വ്യക്തമായിട്ട് ഈ പല കാര്യങ്ങളും അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ ദിവസം ഒരു വൈകുന്നേരമെങ്കിലും ആവും പരിപൂർണമായിട്ട് നമ്മുടെ സൈറ്റുകളിലേക്ക് ഈ ബജറ്റ് മൊത്തത്തിൽ ഡൗൺലോഡ് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ. പിന്നെ ഒന്നിന്റെ കാര്യം കൂടെ ഞാൻ പറയുമ്പോൾ, പിന്നെ കൃഷ്ണകുമാർ സാർ പറഞ്ഞതുപോലെ ഈ പ്രൊഡക്റ്റബിളും ആയിട്ടുള്ള അല്ല അൺപ്രൊഡക്റ്റബിളും ആയിട്ടുള്ള ബിസിനസ് കേരളത്തെ പോലുള്ള സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് നമ്മൾ പണം ചെലവാക്കുന്ന ഏതൊക്കെ മേഖലകളിലാണ്? ഒന്ന്, വിദ്യാഭ്യാസ മേഖലയിൽ വളരെ കൂടുതൽ പണം നമ്മൾ ചെലവാക്കുന്നു. അതാര് ഭരിച്ചാലും, കോൺഗ്രസ് ഭരിച്ചാലും നാളെ BJP വന്നാലും ആ വിദ്യാഭ്യാസ മേഖലയിൽ ചെലവാക്കുന്ന പണം പ്രൊഡക്റ്റബിൾ ആണോ? അല്ല, ഒരു പൈസ നമുക്ക് തിരിച്ചു കിട്ടത്തില്ല. ആരോഗ്യ മേഖലയിൽ നമ്മൾ കോടിക്കണക്കിന് രൂപ ചെലവാക്കും, ഈ പണം നമുക്ക് തിരിച്ചു കിട്ടും. അപ്പൊ ഏറ്റവും കൂടുതൽ പൈസ നമ്മൾ ചെലവാക്കുന്നത് വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലുമാണ്. ഈ രണ്ട് മേഖലകളിൽ ചെലവാക്കുന്ന പണമൊന്നും ഗവൺമെന്റ് തിരിച്ചു കിട്ടുന്നില്ല. അത് സർവീസ് സെക്ടർ മാത്രമാണത്. നമുക്ക് ആകെ തിരിച്ചു വരുന്നത് ഏത് മേഖലയിൽ നിന്നാണ്? വ്യവസായ രംഗത്ത് നമ്മൾ എന്തൊക്കെ പണം, നമ്മൾ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതിൽ നിന്ന് മാത്രമാണ് നമുക്ക് പണം തിരിച്ചു വരുന്നത്. അത് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ നമ്മൾ നടത്തുന്ന വ്യവസായങ്ങളിൽ പല വ്യവസായങ്ങളും പല പരമ്പരാഗത വ്യവസായങ്ങൾ. ഇവിടെ എന്റെ നാടാണ് കൊല്ലം ജില്ല. ഇവിടെ കയർ കശുവണ്ടിയുണ്ട്, പ്രധാനപ്പെട്ട. ഞാൻ പറയട്ടെ, ഞാൻ അതിലേക്ക് വരികയാണ്. ഈ കയർ വ്യവസായം എന്ന് പറയുന്നത് എന്റെ വീട്ടിൽ തന്നെ എന്റെ അച്ഛൻ തന്നെ ഇവിടുത്തെ വലിയ കയർ മുതലാളിയായിരുന്നു. ഇപ്പോൾ ഈ പരിസരത്തേക്കും കയർ വ്യവസായമില്ലാതെ തമിഴ്നാട്ടിലേക്ക് പോയി. പിന്നെ ഗവൺമെന്റ് ഗ്രാന്റ് കൊടുത്തുകൊണ്ട് നിലനിർത്താൻ വേണ്ടി ചില സർവീസ് സൊസൈറ്റികൾ പ്രവർത്തിക്കും. ഇതാണ് ലക്ഷക്കണക്കിന്, കൊല്ലം ജില്ലയിൽ 2 ലക്ഷത്തിലേറെ തൊഴിലാളികളുണ്ടായിരുന്ന മേഖലയായിരുന്നു. അത് ആ വ്യവസായം നിലനിർത്താൻ വേണ്ടി ചില സൊസൈറ്റികൾക്ക് ഗവൺമെന്റ് ഗ്രാന്റ് കൊടുത്ത് നിലനിർത്തുന്നു. ആ കയർ വ്യവസായം പരിപൂർണമായിട്ട് കേരള തമിഴ്നാട്ടിലേക്ക്. അതുപോലെ കശുവണ്ടി വ്യവസായം വീട്ടിലുമാണ് കൊല്ലം ജില്ല. അത് കാപ്പെക്സ്, കാർഷിക കോർപ്പറേഷൻ തുടങ്ങിയ മുതൽ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഗവൺമെന്റിന് നഷ്ടത്തിലോടുന്ന വ്യവസായമാണിത്. ആ തൊഴിലാളികൾക്ക് പല ആനുകൂല്യങ്ങളും ഗവൺമെന്റ് മറ്റു ഫണ്ടിൽ നിന്ന് വകയിരുത്തി ഈ തൊഴിലാളികൾക്ക് ബോണസും ആനുകൂല്യങ്ങളും കൊടുക്കുകയാണ്. ആ വ്യവസായം നിലനിർത്തി ആയിരക്കണക്കിന് തൊഴിലാളികൾ ഇപ്പോഴും കശുവണ്ടി മേഖലയിൽ കൊല്ലം ജില്ലയിൽ പ്രവർത്തിക്കുന്നു. അത് INTUCയുടെ ഉണ്ട്, UTUCയുടെ ഉണ്ട്, CITUT ഉണ്ട്. നടത്തിയവരെ പോലും നിങ്ങളുടെ സർക്കാർ പ്രൊട്ടക്ട് ചെയ്യുകയാണ്. അല്ല, അത് ഇതുമായിട്ട് ബന്ധമില്ല. അനുമതി പോലും കൊടുക്കുന്നില്ല. അതിവിടെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ മറുപടി പറയണ്ട. കോൺഗ്രസിന്റെ INTUC സംസ്ഥാന പ്രസിഡന്റ് ബോർഡ് മെമ്പർ ആയിട്ടിരുന്നപ്പോൾ നടത്തിയ അനുമതിയെ കുറിച്ചാണ് അനുമതി എന്താ കൊടുക്കാത്തത്? അല്ല, അതിനെക്കുറിച്ച് നമുക്ക് പോകണ്ട, അത് നിൽക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത്, അപ്പൊ ഈ പരമ്പരാഗത വ്യവസായങ്ങൾ പല കയറ്, തഴപ്പ, ഇങ്ങനെ ഒത്തിരി വ്യവസായമുണ്ട് കൊല്ലം ജില്ലയിൽ, കേരളത്തിൽ മൊത്തത്തിൽ. നമ്മുടെ വടക്കേ കേരളത്തിൽ നമുക്കറിയാം ബീഡി വ്യവസായം ഉണ്ടായിരുന്നു. വടക്കേ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നു ബീഡി വ്യവസായം. അതുപോലെ പരങ്കമാവ് വ്യവസായം. ഇതെല്ലാം കേരളത്തിൽ അങ്ങനെയുള്ള പരമ്പരാഗത വ്യവസായങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നുള്ളത് വൻകിട വ്യവസായം. ആ വൻകിട വ്യവസായങ്ങൾ ലാഭത്തിലോടുന്നതുകൊണ്ട് നഷ്ടത്തിലോടുന്നതുകൊണ്ട്. ചില സ്ഥാപനങ്ങൾ ലാഭത്തിലോടുന്നു, ചില സ്ഥാപനങ്ങൾ നഷ്ടത്തിലോടും. അത് മാത്രമാണ് നമുക്കുണ്ടാകുന്ന, നമ്മൾ ഒരു മേഖലയിൽ പണം ചെലവാക്കുമ്പോൾ അതിൽ നമുക്ക് പ്രൊഡക്റ്റബിൾ ആയിട്ട് നമുക്ക് തിരിച്ചു വരുന്ന പണം എന്ന് പറയുന്നത് വ്യവസായ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ആ വ്യവസായ സ്ഥാപനങ്ങൾ ലാഭത്തിലോടുകയും മാത്രം ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് ലാഭം വരുന്നത്. ഒരു ഗവൺമെന്റ് പലപ്പോഴും വ്യവസായം ചെയ്യുന്നതിന് വേണ്ട, ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞു കാർഷിക മേഖല, എന്തിനു വേണ്ടിയാണ് ഗവൺമെന്റ് കാർഷിക കോർപ്പറേഷൻ നിർത്തിയേക്കുന്നത്? ആയിരക്കണക്കിന് കുടുംബങ്ങൾ കൊല്ലത്ത് ജീവിക്കുന്നത് അതുകൊണ്ടാണ്. ആ കുടുംബങ്ങളുടെ സംരക്ഷണം എന്നുള്ള നിലയിൽ ആയിരക്കണക്കിന് കോടി രൂപ ഗവൺമെന്റിന് വർഷം തോറും പരമ്പരാഗത വ്യവസായങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഏത് ഗവൺമെന്റ് നഷ്ടമാകുന്നുണ്ട്. കാര്യം അവിടെ ഉദ്ദേശിക്കുന്നത് ലാഭമല്ല, ആ വ്യവസായവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന തൊഴിലാളികളുടെ ആ കുടുംബങ്ങളുടെ സംരക്ഷണമാണ്. അത് ഗവൺമെന്റ് ഏറ്റെടുക്കുകയാണ്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് തന്നെ തൊഴിൽ വ്യവസ്ഥ കൊണ്ടുവന്നിരിക്കുന്നത്. എന്തിനാ ഓരോ തൊഴിലാളിക്ക് ഏറ്റവും കുറഞ്ഞ ഒരു 200 ദിവസം തൊഴിൽ. എന്തിനാ തൊഴിലവസരങ്ങൾ കൊടുക്കുന്നത്? പാവപ്പെട്ടവന്റെ വീട്ടിലെ തൊഴിലാളികൾക്ക് ഒരു നേരത്തെങ്കിലും അരി വാങ്ങിക്കാനുള്ള ഒരു വിഹിതമായിട്ട് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും കൂടെ ചേർന്ന് അങ്ങനെ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചിരിക്കും. അപ്പൊ അതൊക്കെ ചെയ്യുന്നത് ഗവൺമെന്റ് ലക്ഷക്കണക്കിന് കോടി അത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ലാഭത്തിന് വേണ്ടിയല്ല. ഇപ്പൊ എല്ലാ വ്യവസായങ്ങളും ഒരു ഗവൺമെന്റ് ചെയ്യുന്ന ലാഭത്തിന് വേണ്ടിയല്ല. അങ്ങനെ ലാഭം ഉണ്ടാക്കാനും പറ്റില്ല. ഇപ്പോൾ ഈ ബജറ്റിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ പറഞ്ഞത്, പിന്നെ അതുപോലെ നഷ്ടകാര്യം പറഞ്ഞു. ഈ ഗവൺമെന്റ് പലരും അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. 2014 ഈ ഗവൺമെന്റ് വരുമ്പോൾ 1,60,000 കോടി രൂപ ആയിരുന്നു മൊത്തം പൊതു കടമെന്ന് പറയുന്നു. ഇന്നലത്തെ എക്കണോമിക് സർവേ എടുത്ത് വായിച്ചതിന്റെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഇപ്പോഴത്തെ കടം 3,10,000 കോടി രൂപയാണ്. അതിന് ചില യൂട്യൂബ് ചാനലുകളിൽ ചില ആൾക്കാരൊക്കെ 4,00,000 കോടി എന്ന് പറഞ്ഞിരുന്നത്. അങ്ങനെ ഇല്ല.
1,60,000 കോടിയിൽ നിന്ന് 3 പക്ഷെ അത് വലിയ വർധനമാണ്. കാര്യം 1.5 ലക്ഷം കോടി രൂപയുടെ വർധനവ് ചെറുതൊന്നുമല്ലെന്ന് ഞാൻ പറയുന്നില്ല. നമ്മുടെ പൊതു കടമെന്ന് പറയുന്നത് 3 ലക്ഷം കോടിക്ക് മുകളിൽ പോയിട്ടുണ്ട്. അത് എല്ലാ വർഷവും ഇത് വർഷം തോറും 10-25 കോടിയൊക്കെ. ഇപ്പൊ തന്നെ ബജറ്റ് നമ്മൾ അവതരിപ്പിച്ചല്ലോ. ആ ബജറ്റിൽ ഏകദേശം 34,559 കോടി രൂപ കമ്മിയാണ്. ഇപ്പോൾ ഈ ബജറ്റ് വർക്കുകൾ പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാ ബജറ്റ് പൂർത്തീകരിക്കുന്നത്? ഈ കമ്മി വരുന്ന തുകയും കൂടെ കണ്ടെത്തിയെങ്കിൽ മാത്രമേ ബജറ്റ് പൂർത്തീകരിക്കാൻ പറ്റൂ. ഏത് ബജറ്റ് പൂർത്തീകരിക്കണമെന്നുണ്ട്? കേന്ദ്ര ഗവൺമെന്റ് അവതരിപ്പിക്കുന്ന ബജറ്റ് എങ്ങനെ ഇത്ര കോടി രൂപ കമ്മിയാണ് വരുന്നത്? കേന്ദ്ര ഗവൺമെന്റിന് പല സോഴ്സുകളുണ്ട്. ആ സോഴ്സുകൾ സംസ്ഥാന ഗവൺമെന്റ് ഇല്ല. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയാലും കേന്ദ്ര ഗവൺമെന്റ് ഓഹരികൾ വിൽക്കുന്ന ഒക്കെ ആയാലും ആ രീതിയിലൊക്കെ കേന്ദ്ര ഗവൺമെന്റ് ആ കമ്മി നികത്താൻ സോഴ്സുകളുണ്ട്. അത് ഏത് കേന്ദ്ര ഗവൺമെന്റ് ആയാലും അവർ പണമടിച്ചും ചെയ്യുന്നുണ്ട്. പക്ഷെ സംസ്ഥാന ഗവൺമെന്റിനെ പണമടിക്കാൻ പറ്റില്ല. അവിടെ വിറ്റുവരവിന് സോഴ്സുകളൊന്നുമില്ല. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് സംസ്ഥാന ഗവൺമെന്റ് പറ്റത്തില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ സംസ്ഥാന ഗവൺമെന്റ് കമ്മി കൂടിക്കൊണ്ടേയിരിക്കും. ഇപ്പോഴുണ്ട് ഞാൻ പറഞ്ഞതിൽ 35,000 കോടി രൂപയുള്ള കമ്മിയുണ്ട്. അപ്പോൾ ഒരു 5 ബജറ്റ് കഴിയുമ്പോൾ എത്ര കോടിയാവും? 1.25 ലക്ഷം കോടി രൂപയുള്ള കമ്മി വരും. ആ കമ്മി നികത്താൻ അപ്പോൾ കടമെടുക്കും. ആ കടമെടുക്കുമ്പോൾ അത് നമ്മുടെ പൊതു കടത്തിലേക്ക് കൂടി വരികയാണ് ചെയ്യുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് ബജറ്റിന്റെ ഇംപ്ലിമെന്റേഷൻ എന്ന പ്രോസസ് നടക്കത്തുള്ളൂ. അത് നടക്കാതെ വരുന്നത് സാമ്പത്തികമായിട്ട് നമുക്ക് ഞെരുക്കമുണ്ട്. സാമ്പത്തിക കെണിയിലൊന്നും അല്ല നമ്മൾ. സംസ്ഥാന ഗവൺമെന്റ് സാമ്പത്തിക കടമുണ്ടെന്ന്, സാമ്പത്തിക ഞെരുക്കമുണ്ടെന്ന് സംസ്ഥാന ഗവൺമെന്റ്, ധനമന്ത്രി എല്ലാവരും അംഗീകരിച്ചാണ്. അത് പരിഹരിച്ച് മാറുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ മാറും. അത് മാറണമെന്നുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞതുപോലെ നമുക്ക് വ്യവസായപരമായിട്ട് കൂടുതൽ വരവുണ്ടാകണം. അതിനുള്ള സോഴ്സുകൾ അഡ്വക്കേറ്റ് ബലദേവ്, വരുമാനമുണ്ടാക്കാനുള്ള ഒരുപാട് മേഖലകളുണ്ട്. പക്ഷെ ആ മേഖലകളിലൊന്നും എക്സ്പ്ലോർ ചെയ്യുന്നില്ല എന്നുള്ളൊരു പരാതിയേ ഉള്ളൂ. ഇത് ഈ സ്ഥിരം പിന്നെ ലോട്ടറി, അതുപോലെ മദ്യം, ഇത് മാത്രമേ കേൾക്കാനുള്ളൂ. ഒരു മാറ്റം വരണ്ടേ? അല്ല, നമ്മൾ തീർച്ചയായിട്ടും ശരിയല്ല അതിന്റെ പേര്. കാരണം നമ്മൾ ടൂറിസം മേഖലയിൽ, നമ്മൾ ഈ കോവിഡിന് ശേഷം ടൂറിസം മേഖലയിൽ വളരെ കൂടുതൽ നമ്മൾ അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. വളരെ കൂടുതൽ ടൂറിസ്റ്റുകൾ കേരളത്തിലേക്ക് വരുന്നുണ്ട്. അത് നമുക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന ഒരു മാർഗമാണ് ടൂറിസ്റ്റുകൾ കേരളത്തിലേക്ക് വരുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടത് ഇപ്പോഴും നമുക്കുള്ളൊരു പ്രശ്നം എന്താ? ഈ കൊട്ടിഘോഷിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പൊക്കിപ്പിടിച്ച് നടക്കുന്ന ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ടല്ലോ, അവിടുത്തെ അവസ്ഥ പോലും പരമശോചനീയമാണ്. കൂടുതൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളെങ്കിലും ഏർപ്പെടുത്തേണ്ടതല്ലേ? അതുപോലും ഇല്ല. നോക്കൂ, ഇവിടെ കോവളത്തെ അവസ്ഥയൊക്കെ താങ്കളൊന്ന് വന്ന് കണ്ടു നോക്കൂ. അല്ല, ടൂറിസ്റ്റുകളെ എന്ത് മാറ്റാണ് കൊണ്ടുവരുന്നത്? അല്ല, ഒരുപാട് മാറ്റങ്ങൾ എന്ന് പറയാം. അങ്ങനെ നമ്മൾ കണ്ണടച്ചുകൊണ്ട് ഇരുട്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ കൂടുതൽ മാറ്റങ്ങളുണ്ടായിട്ട് നിങ്ങൾ ആ കണക്കൊന്ന് പരിശോധിച്ച് നോക്കൂ. കോവിഡിന് ശേഷം കേരളത്തിലേക്ക് ഓരോ വർഷവും വരുന്ന ആഭ്യന്തര ടൂറിസ്റ്റുകളുടെയും വിദേശ ടൂറിസ്റ്റുകളുടെ എണ്ണം വളരെ കൂടുതലായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അതിൻ്റെ തർക്കമൊന്നുമില്ല. അതിനുള്ള വരുമാനം വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ കുറെ അധികം മേഖലയിൽ നമുക്ക് വരുമാനം കൂടുന്നുണ്ട്. പക്ഷെ നമുക്ക് അതിനൊക്കെ ഉപരിയായിട്ട് നമുക്കറിയാം, നമ്മളൊരു എല്ലാ സാധനങ്ങളും വിലയ്ക്ക് വാങ്ങിക്കുന്ന ഒരു സ്റ്റേറ്റാണ്. പണ്ട് ഞങ്ങളുടെ നാട്ടിൽ തന്നെ അരി, നെല്ല് ഇവിടെ സഫീഷ്യന്റ് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളെല്ലാവരും നെല്ലും അരിയൊക്കെ വിലയ്ക്ക് വാങ്ങിക്കും. എല്ലാ സാധനങ്ങളും നമ്മൾ വിലയ്ക്ക് വാങ്ങിക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സമ്പത്ത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകും. ആ രീതിയിലുള്ള സാമ്പത്തിക പരാധീനത നമുക്കുണ്ടാവും. അത് മാറിയെടുക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശരിയാണ്. ഉൽപ്പന്നങ്ങൾ നമ്മുടെ നാട്ടിൽ പരമാവധിയായിട്ട് എല്ലാവിധ ഉൽപ്പന്നങ്ങളും ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു സാഹചര്യം നമുക്കുണ്ടാകണം. അതിപ്പോഴും നമുക്ക് വളരെ കുറവാണ്. പ്രൊഡക്ടിവിറ്റി നമുക്ക് കുറവാണ്. ആ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്തെങ്കിൽ മാത്രമേ തനതായ സാമ്പത്തിക ശേഷി നമുക്ക് വളർത്തിയെടുക്കും. ഈ കടത്തിന്റെ കാര്യത്തില് താങ്കൾ പറഞ്ഞ ശരിയല്ല കേട്ടോ. അതായത് നോക്കൂ, ഈ മുൻ സർക്കാരിന്റെ തുടക്കത്തിൽ കടം 1,57,370 കോടി രൂപയായിരുന്നു. ഈ സർക്കാർ അധികാരത്തിലെത്തിയപ്പോഴേക്കും അത് 2,96,091 കോടി. 2024-25 കടം 4,35,314 കോടി രൂപയായി. 2025-26 ഈ ബജറ്റിൽ റിപ്പോർട്ട് ചെയ്യുന്ന കടത്തിന്റെ സംഖ്യ 4,88,910 കോടി രൂപയാണ്. 4,88,910 കോടി. 5 ലക്ഷം.